നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ശാന്തമായിരുന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് ജീവജാലങ്ങൾക്കിടയിൽ ഒരു മനുഷ്യനായി ജനിക്കാൻ കഴിഞ്ഞത് എത്രയോ വലിയൊരു ഭാഗ്യമാണെന്ന്. ഇന്ന് നമ്മൾ ആ അമൂല്യമായ സമ്മാനത്തിന്റെ ആഴങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്. എനർജി, ലവ്, ബ്ലിസ്, കോൺഷ്യസ്നെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെയൊക്കെ ഈ ജീവിതത്തെ പുതിയൊരു കാഴ്ചപ്പാടോടെ നോക്കിക്കാണാൻ നമുക്കൊരുമിച്ച് ശ്രമിക്കാം. ഈ വാക്കുകൾ കേട്ടില്ലേ? ശരിക്കും നമ്മളോട് തന്നെയല്ലേ ഇത് പറയുന്നത്? നമ്മുടെ ജീവിതം എത്രത്തോളം അസാധാരണമാണെന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകാറുണ്ട്, അല്ലേ? ഇത് തന്നെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതിന്റെ എല്ലാം കാതൽ. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. പണ്ട് പണ്ട് മുതലേ ലോകത്തിന്റെ ഏതു കോണില് നോക്കിയാലും അറിവുള്ളവരൊക്കെ മനുഷ്യജന്മത്തെ ഒരു അതുല്യമായ സമ്മാനമായിട്ടാണ് കണ്ടിരുന്നത്. അല്ല, എന്തുകൊണ്ടാണ് അവരൊക്കെ ഇതിന് ഇത്ര വലിയ പ്രാധാന്യം കൊടുത്തത്? നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ നോക്കൂ, ടിബറ്റൻ ഗുരുക്കന്മാർ ഇതിനെ വിളിച്ചത് അമൂല്യമായ മനുഷ്യജന്മം എന്നാണ്. ഇനി തമിഴ് സിദ്ധന്മാരടുത്തേക്ക് വന്നാലോ, അവരതിനെ പൂർണ്ണത നേടിയ പാത്രം എന്നു പറഞ്ഞു. കെമറ്റിയൻ പുരോഹിതന്മാരും കാശ്മീർ ഷൈവിസവുമെല്ലാം ഇതിന് സമാനമായ പേരുകൾ നൽകി. അതായത് പേരുകൾ പലതാണെങ്കിലും ആശയം ഒന്നുതന്നെയായിരുന്നു: മനുഷ്യനായി ജനിക്കുന്നത് ഒരു സവിശേഷമായ അമൂല്യമായ അവസരമാണ്. പക്ഷേ ഈ അവസരം എത്രത്തോളം അപൂർവമാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ടിബറ്റൻ ഗുരുക്കന്മാർ പറഞ്ഞ ഒരു കഥയുണ്ട്, ഒരു ഉപമ. ഇത് കേട്ടാൽ ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുന്ന രീതി തന്നെ മാറിയേക്കാം. ഓക്കേ, അപ്പൊ നമുക്കൊന്ന് സങ്കൽപ്പിച്ചു നോക്കാം. ഈ ലോകം മുഴുവൻ ഒരു വലിയ സമുദ്രമാണ്. കരയേയില്ല, എങ്ങോട്ട് നോക്കിയാലും വെള്ളം മാത്രം. ഇനി ആ വലിയ സമുദ്രത്തിന്റെ നടുക്ക് എവിടെയോ ഒരൊറ്റ മരത്തിന്റെ വളയം, ഒരു ചെറിയ വളയം, കാറ്റിലും തിരയിലും പെട്ട് വെറുതെ ഇങ്ങനെ ഒഴുകി നടക്കാണ്. ഇനി ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുവാരാണ്? ആ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഒരു ആമയുണ്ട്. അതിന് കണ്ണ് കാണില്ല. അത് 100 വർഷം കൂടുമ്പോൾ ഒരൊറ്റ തവണ ശ്വാസമെടുക്കാൻ വേണ്ടി മാത്രം മുകളിലേക്ക് വരും. അപ്പോ ചോദ്യം ഇതാണ്: ആ അന്ധനായ ആമ 100 വർഷത്തിലൊരിക്കൽ മുകളിലേക്ക് വരുമ്പോൾ അതിന്റെ തല യാദൃച്ഛികമായി ആ ഒഴുകി നടക്കുന്ന വളയത്തിന്റെ ഉള്ളിലൂടെ വരാനുള്ള സാധ്യത എത്രയാണ്? ആ സാധ്യത എത്രത്തോളം ചെറുതാണോ അത്രയും തന്നെ ചെറുതാണ് നമുക്കൊരു മനുഷ്യജന്മം കിട്ടാനുള്ള സാധ്യതയും. ഇതൊരു വെറും കവിതയല്ല, അവർ കണക്കുവച്ച് പറയുന്നൊരു കാര്യമാണ്. അത്രയും അവിശ്വസനീയമായ ഒരു ഭാഗ്യമാണ് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം മനുഷ്യനായി ജനിക്കാൻ ഇത്രയും പാടാണെന്ന് മനസ്സിലായി. പക്ഷെ എന്താണിതിന് ഇത്ര പ്രത്യേകത? മറ്റു ജീവികളിൽ നിന്നൊക്കെ നമ്മളെന്താ ഇത്ര വ്യത്യസ്തരാകാൻ കാരണം? അതിന്റെ ഉത്തരം നമ്മുടെ ബോധത്തിന്റെ ഘടനയിൽ തന്നെയുണ്ട്. ശരിക്കും വ്യത്യാസം വളരെ ലളിതമാണ്. ഇപ്പോ ഒരു മാൻ, അതിന് കാടിനെ അനുഭവിക്കാൻ പറ്റും. പക്ഷേ ആ കാടിനെ അനുഭവിക്കുന്ന ഞാൻ ആരാണെന്ന് ചിന്തിക്കാൻ ആ മാനിന് കഴിയില്ല. അവിടെയാണ് നമ്മൾ വ്യത്യസ്തരാവുന്നത്. നമുക്ക് പിന്നോട്ട് മാറി നിന്ന് ഈ അനുഭവിക്കുന്ന ആളെ തന്നെ ഒന്ന് പരിശോധിക്കാൻ പറ്റും. ഞാൻ ആരാണ് എന്ന് ചോദിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ആത്മീയമായ ഉണർവിലേക്കുള്ള താക്കോൽ അതുതന്നെയാണ്. ഇനി നമ്മുടെ യോഗ പാരമ്പര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അവര് പറയുന്നത് നമ്മുടെ ഈ ശരീരം വെറും മാംസവും എല്ലുമൊന്നുമല്ലെന്നാണ്. ഇതൊരു പരീക്ഷണശാലയാണ്, ഒരു ദിവ്യമായ ഉപകരണം. നമ്മുടെ ഉള്ളിലെ ഊർജ്ജത്തെ രൂപാന്തരപ്പെടുത്താനും ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടുപോകാനുമൊക്കെ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഇതിനകത്ത് തന്നെ ബെൽറ്റിനായിട്ടുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കയ്യിൽ കിട്ടുന്നൊരു സംഗീതോപകരണം പോലെയാണിത്. അത് വായിക്കാൻ പഠിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഓക്കെ, അപ്പം മനുഷ്യജന്മം അപൂർവമാണ്, അതിന്റെ സാധ്യതകൾ വലുതാണ് എന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. സത്യം പറഞ്ഞ ചരിത്രത്തിലെ മറ്റേത് കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യരെക്കാളും വലിയൊരു അവസരമാണ് നിങ്ങളുടെയും എന്റെയും മുന്നിലുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് വരെ ഈ അറിവുകൾക്ക് വേണ്ടി ആളുകൾ എന്തൊക്കെ ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്യണം, വർഷങ്ങളോളം ഗുരുവിനെ സേവിക്കണം. പക്ഷെ ഇന്നോ ആയിരക്കണക്കിന് വർഷങ്ങളായി സൂക്ഷിച്ചുവെച്ച ആ ജ്ഞാനമെല്ലാം നിങ്ങൾ ഈ കേൾക്കുന്ന അതേ ഉപകരണത്തിൽ ലഭ്യമാണ്. ഇതൊരു ചെറിയ കാര്യമാണോ? ചരിത്രത്തിൽ ആർക്കും കിട്ടാത്ത ഒരു സ്വാതന്ത്ര്യവും അവസരവുമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ ആധുനിക സൗകര്യങ്ങളൊക്കെ നമ്മളെ വഴിതെറ്റിക്കുമെന്ന്. അത് ശരിയാണ് ഒരു വശത്ത്. പക്ഷെ മറുവശത്ത് അതിനെ ശരിയായി ഉപയോഗിക്കാൻ പഠിച്ചാൽ ഈ ആന്തരികമായ സാധനകൾ ചെയ്യാൻ ആവശ്യമായ സമയവും സ്വാതന്ത്ര്യവും തരാൻ അതിന് കഴിയും. അതായത് ജീവിക്കാൻ വേണ്ടി രാവും പകലും കഷ്ടപ്പെടാതെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കാനൊരവസരം കിട്ടുന്നു.
അപ്പോ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ നമ്മൾ ഒരു നിർണായകമായ ചോദ്യത്തിന് മുന്നിലെത്തുവാണ്. ഇത്രയും വിലപ്പെട്ട, ഇത്രയും അപൂർവമായ ഒരു സമ്മാനം നമ്മുടെ കയ്യിലുണ്ട്. ഇനി എന്തു ചെയ്യണം? ആ തീരുമാനം അത് പൂർണ്ണമായും നിങ്ങളുടേതാണ്. ഈ ചോദ്യം മറ്റാരുടെയെങ്കിലും അല്ല, നമ്മൾ നമ്മളോട് തന്നെയാണ് ചോദിക്കേണ്ടത്. ഇത്രയും അവിശ്വസനീയമായ ഒരവസരം കയ്യിൽ കിട്ടിയിട്ട് നമ്മളതെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വെറുതെ ഓരോ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയും ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയും പാഴാക്കുകയാണോ ഈ ജീവിതം? ശരി, ഈ യാത്രയെ ഗൗരവമായിട്ടെടുക്കാൻ തീരുമാനിച്ചാല് പ്രായോഗികമായി എന്തു ചെയ്യണം? നമ്മുടെ പാരമ്പര്യങ്ങളൊക്കെ വളരെ വ്യക്തമായൊരു ഉത്തരം തരുന്നുണ്ട്. ദിവസവും കുറഞ്ഞത് 2 മണിക്കൂർ. ഈ ഒരു ജീവിതം കൊണ്ടുതന്നെ കാര്യമായൊരു മാറ്റം, ഒരു പരിവർത്തനം വേണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ട ഏറ്റവും കുറഞ്ഞ സാധനയാണിത്. ഇപ്പോ 2 മണിക്കൂറെന്നൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോ പേടി തോന്നാം. എവിടെ തുടങ്ങണം എന്നൊരു സംശയം വരാം. അവർക്കു വേണ്ടി ഇതാ വളരെ ലളിതമായൊരു കാര്യം. ഒരു 30 മിനിറ്റ് നട്ടെല്ല് നിവർത്തി എവിടെയെങ്കിലും സ്വസ്ഥമായിരിക്കുക. എന്നിട്ട് നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നു എന്ന ആ ഒരു സത്യം അതൊന്ന് അനുഭവിക്കാൻ ശ്രമിക്കുക. ഇനി ആ ജീവനുണ്ടെന്ന സത്യത്തെ അറിയുന്ന ഒരു അറിവ് നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ, ആ അറിവിലേക്ക് ശ്രദ്ധയെ പതുക്കെ കൊണ്ടുവരിക. അവിടെ ഒന്നും കണ്ടെത്താൻ ശ്രമിക്കണ്ട. വെറുതെ ആ അവബോധത്തിൽ ഒന്ന് വിശ്രമിക്കുക. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിലൊരു നന്ദി തോന്നും. അതോടൊപ്പം ഈ യാത്ര ഞാൻ തുടരും എന്ന് സ്വയം ഒരു ഉറപ്പ് കൊടുക്കുക. അവസാനമായി ഒന്നോർക്കുക, ആ സമ്മാനം നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ അത് ശരിക്കും സ്വീകരിക്കപ്പെട്ടോ, അതിന്റെ വിലയറിഞ്ഞോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. ആ ശക്തിയും ആ ഉത്തരവാദിത്വവും പൂർണ്ണമായും നമ്മുടേതാണ്. ഇതുവരെ എന്റെ കൂടെ ഈ യാത്രയിൽ പങ്കുചേർന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.